ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണം നടക്കുന്നുണ്ട്. അത് മുജാഹിദായതിന് ശേഷമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ മഹല്ലിലെ ഉസ്താദ് മലയാളത്തിലാണ് ഖുതുബ എന്ന് പറഞ്ഞ് ആ മലയാളം ഖുതുബ കഴിയുന്നത് വരെ, അല്ലെ പ്രസംഗം കഴിയുന്നത് വരെ വേറെ വീട്ടിൽ പോയി നിന്നു. പിന്നെ വന്നു. പിന്നെ അവിടെ ഒരു പരസ്പര ഭിന്നത ഉണ്ടാക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടാക്കി, ഒരു സംഘർഷാന്തരീക്ഷം പോലെയൊക്കെ ഉണ്ടാക്കി. ഈ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മഹല്ലിൽ ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സാധാരണയിൽ കല്യാണ വീട്ടിൽ എല്ലാ വിഭാഗക്കാരും ഒത്തുചേരും, മുജാഹിദ്, സുന്നി, ജമാഅത്ത്, തബ്ലീഗ്. അതുപോലെ ഒത്തുചേരുന്ന മറ്റൊരു സന്ദർഭമാണ് മരണ വീട്. അവിടെ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ തർക്കങ്ങളുണ്ടാകും. അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്യോ, കിതാബിൽ എന്ത് പറയുന്നു, ഷാഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്താണ് മരിച്ചാൽ ചെയ്യേണ്ടത് എന്ന് ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തരുമോ ചോദിച്ചു. അയാൾ എന്നാ പറഞ്ഞതിൻ്റെ റെക്കോർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കിതാബിലുള്ളത് ജനങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഉസ്താദിനില്ല, ഞങ്ങൾ പറയുന്നത് നാട്ടിലുള്ള ജനങ്ങളങ്ങ് ചെയ്തോളണം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അയാൾ പഠിപ്പിക്കാൻ തയ്യാറായില്ല, വന്നില്ല. പക്ഷെ ഞാൻ അവിടെ അവസാനിപ്പിച്ചില്ല. എൻ്റെ നാട്ടിലുള്ള ചുറ്റുമുള്ള പള്ളികളിലേക്ക് പോയി അവിടെയുള്ള ഉസ്താദുമാരോടൊക്കെ ചോദിച്ചു, എന്താണ് കിതാബിൽ പറയുന്നത്, മരിച്ച വീട്ടിൽ എന്ത് ചെയ്യണം, അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും നിങ്ങൾ. സംവാദം, തർക്കം, ചോദ്യം ഉത്തരം ഒന്നുമില്ല, ഞങ്ങളത് കിതാബ് വെച്ച് പറഞ്ഞെന്നാൽ മതി. അധികം ആളും തയ്യാറായില്ല. കാരണം മറ്റൊന്നുമല്ല, കിതാബിലില്ല. കിതാബിൽ ഇതിന് നേരെ എതിരാണുള്ളത്. മരണ വീട്ടിൽ അയൽവാസികൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഒരു കിതാബിലും നമ്മുടെ നാട്ടിലുള്ള അനാചാരങ്ങൾക്ക്, ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ 40 ദിവസവും ഒരു വീട്ടിൽ മൗലൂദ് ഓതുകയാണ്. 40 ദിവസം ഇവർ വരിക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പ് ഒരു പത്രം വായിച്ചു. ആ പത്രത്തിലുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാം മതം വളരെ ലളിതമായ പഠിപ്പിച്ചേ. പക്ഷേ ആ തൻ്റെ ഭാര്യ മരിച്ചിട്ട് ഒരു മനുഷ്യൻ മരണാനന്തര ചടങ്ങുകൾക്ക് പണമില്ലാതെ ഈ ഡെഡ് ബോഡി തെരുവിൽ ഉപേക്ഷിക്കുന്ന ദയനീയമായ രംഗം. ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്ന ഇസ്ലാം എത്ര ലളിതമാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ബന്ധുക്കൾക്കോ കുടുംബക്കാർക്കോ ഒരു ബാധ്യതയില്ല. പിന്നെയോ ചുറ്റുപാടുമുള്ള നാട്ടുകാർക്കാണ് ആ മയ്യത്തിനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം, ഈ ബാധ്യതയൊക്കെ. ഒരു പണച്ചെലവ് പോലും ഇല്ല. ഒരു 5 പൈസ ആ മരിച്ച ബന്ധുക്കൾ ചെലവഴിക്കേണ്ടതില്ല. ഇസ്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെന്താ അവസ്ഥ? നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10,000, 50,000, 1 ലക്ഷം, 5 ലക്ഷം ഒക്കെ ചെലവഴിക്കുന്ന കുടുംബക്കാർ. അതില്ലെങ്കിൽ നടക്കൂല എന്നാണ്. 40 ദിവസം മൗലൂദ് ഓതാൻ വരുന്ന ആൾക്ക് ചായ കൊടുക്കണം, ചോറ് കൊടുക്കണം, വലിയ സംഖ്യ ചെലവഴിക്കുകയാണ്. കടം വാങ്ങാണ്. കൂലിപ്പണി എടുക്കുന്ന എൻ്റെ അയൽവാസി അവരുടെ മകള് മരിച്ചപ്പോൾ കടം വാങ്ങിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയതെന്നാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഞാൻ അവസാനം ഒരു ഉസ്താദിനെ കിട്ടി, ഒരു വലിയ സദസ്സ് സംഘടിപ്പിച്ചു. ആ സദസ്സിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ട്. നാട്ടുകാർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത, സ്വഹാബികൾ ചെയ്യാത്ത, കിതാബുകളിൽ എവിടെയും പറയാത്ത ഇത്തരം അനാചാരങ്ങൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ്, അത്തരം അനാചാരങ്ങളൊന്നും എൻ്റെ മരണാനന്തരം വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. സത്യത്തിൽ കിതാബുകളിൽ ഉള്ളത് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ എല്ലാ അനാചാരങ്ങളും ഒഴിവാകും. അതാണ് മുജാഹിദുകൾ ചെയ്യുന്നതും.